ഓക്കെ, അതുകൊണ്ട് അദ്ദേഹത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഔദ്യോഗികമായിട്ട് ക്ഷണിക്കുന്നു, എയ്ക്കിന് വേണ്ടി. ഓക്കെ സാർ, ഞാനത് സെഷൻ റെക്കോർഡിംഗ് ഓൺ ആണോ നോക്കിയതാണ്. അപ്പോൾ ഓക്കെയാണ്. നമ്മൾ ഇപ്പോൾ തൊട്ട് നമ്മുടെ സെഷൻ റെക്കോർഡഡ് ആണ്. അപ്പോൾ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. ഓക്കെ സാർ, നമ്മുടെ സെഷൻ ഇന്നലത്തെ പോലെ തന്നെ റെക്കോർഡഡ് ആണ്. അപ്പോൾ നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ ഇടയിലും ജോയിനിങ് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ജോയിനിങ്ങിൽ അവർക്ക് ലിങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ജോയിൻ ചെയ്യാൻ പറ്റുമോ സാറേ? ഓക്കെ, നമുക്ക് ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മൾ ഇറ്റൻഡർ ഡെമോ. സാർ ഇതിൽ ഇപ്പോഴും ജോയിനിങ് വരുന്നുണ്ടല്ലോ രാജഗോപാൽ സാർ? അല്ല, മുന്നല്ലേ ലിങ്ക് ഇട്ട മുന്നല്ലേ വരും. അള്ളൂരും അപ്പൊ എന്നാ ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താലോ? അത് വേണ്ട, തുടങ്ങിക്കോ. അല്ല, അപ്പോൾ നമുക്ക് ജോയിനിങ് ഇനി വരുന്നവരെ ജോയിൻ ചെയ്യിക്കല് ഞാൻ തന്നെ ഇങ്ങനെ അഡ്മിറ്റോൾ പറയുന്നുണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വരൂലേ? നമുക്ക് നോക്കാം സാറേ, കുറച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഷനിലേക്ക് പോവാണ്. നമ്മുടെ ലൈവ് ഇ ടെൻഡർ ഡെമോ നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ടെൻഡറിന് വേണ്ട പ്രീ റിക്വിസിറ്റ്, അതായത് നമ്മൾ ഒരുങ്ങുക എന്ന് പറയില്ലേ, അതിന് വേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് ഈ ടെൻഡറിൽ ഒരു യൂസർ നെയിമും പാസ്വേഡും വേണം. ഈ ടെൻഡർ പോർട്ടലിൽ, ഈ ടെൻഡർ കേരള പോർട്ടലിൽ ഒരു യൂസർ നെയിം പാസ്വേഡും വേണം. ഈ യൂസർ നെയിം എന്നുള്ളത് യൂഷ്വലി അവരുടെ ഒരു ഇമെയിൽ ID തന്നെയായിരിക്കും പാസ്വേഡ്, അവർ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ്. പിന്നെ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡിജിറ്റൽ സിഗ്നേച്ചർ നിർബന്ധമായും വേണം. ഓക്കെ, പിന്നെ എല്ലാ ബ്രൗസറിൽ നിന്നും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, അതായത് അതിൽ കയറാൻ പറ്റില്ല, ടെൻഡർ സൈറ്റിൽ കയറാൻ പറ്റില്ല. അത് ജാവ കമ്പാറ്റബിൾ ആയിട്ടുള്ള ബ്രൗസർ എന്നാണ് പറയുന്നത്. സാങ്കേതികത്വങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, അത് നമുക്ക് ചെയ്യാം. നമുക്ക് വേണ്ടത് മോസില്ലയുടെ 52 ESR എന്ന് പറയുന്ന വെർഷനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിന് തുല്യമായിട്ടുള്ളത് എഡ്ജ് ബ്രൗസറാണ്. എഡ്ജ് ബ്രൗസർ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ കമ്പാറ്റബിൾ ആയിട്ട് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പെയിൽ മൂൺ എന്ന് പറയുന്ന ഓപ്ഷനോ ഉപയോഗിക്കാം. പക്ഷേ ഇതിലെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറുകളെല്ലാം തന്നെ ഇപ്പോൾ 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സോഫ്റ്റ്വെയറുകളുടെ ഒക്കെ 32 ബിറ്റ് വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ അതേപോലെ തന്നെ 32 ബിറ്റ് ജാവ 8 ഇതെല്ലാം തന്നെ നമ്മുടെ ഇ ടെൻഡർ സൈറ്റിലെ ഡൗൺലോഡ് സെക്ഷനിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുകൂടാതെ ഡിജിറ്റൽ സിഗ്നേച്ചർ, പല കമ്പനികളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ട്, പല പ്രൊവൈഡേഴ്സ് ഉണ്ട്. WD പ്രോക്സി, നമ്മുടെ പ്രോമിനൻ്റ് ആയിട്ടുള്ളത് WD പ്രോക്സി, ട്രസ്റ്റ് കീ, പിന്നെ അങ്ങനെ കുറച്ച് ഇതുകളുണ്ട്. അവരുടെ ഒരു സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ കൂടി നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ ഈ കമ്പ്യൂട്ടർ അതിനെല്ലാം സജ്ജമാണ്. ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഞാൻ ആ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മളുടെ USB പോർട്ടിൽ കുത്തിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മോസില്ല ഫയർഫോക്സിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ആണ് ഉപയോഗിക്കുന്നത്. മോസില്ല ഫയർഫോക്സിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ മോസില്ല ഫയർഫോക്സ് എടുക്കുന്നു. നമ്മൾക്ക് ഈ ടെൻഡർ സൈറ്റിൻ്റെ അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ etenders.kerala.gov.in ഇതാണ് നമ്മളുടെ അഡ്രസ്. ഓക്കെ, അതടിക്കുന്നു. ആരോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. അതടിക്കുന്നു.
അതിനുശേഷം നമ്മൾ ലോഗിൻ ബട്ടണിൽ ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ ഇന്നലെ നമ്മൾ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്ക്രീൻ ഷെയറിങ് ശരിയായിട്ടുണ്ടായില്ല എങ്കിൽ കൂടിയും അത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ലോഗിൻ ഐ ഡി അടിക്കാനുള്ള സ്ക്രീൻ കിട്ടും. നമ്മളിവിടെ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള കാരണം രാജേഷ് എന്ന ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽ സിഗ്നേച്ചറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനുശേഷം എല്ലാ ഗവൺമെൻറ് സൈറ്റിൻ്റെയും സെക്യൂരിറ്റി മെഷറായ ക്യാപ്ച നമ്മൾ അടിച്ചു കൊടുക്കുക, തെറ്റാതെ അടിക്കുക. അത് എന്താ പറയുക, അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തുകളൊക്കെ ഉള്ള കാരണം ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഹലോ മൈക്ക് ഓഫ് യു. ഹലോ അക്ഷയ സെന്റർ ഉള്ളവരാ, മ്യൂട്ട് ചെയ്യട്ടോ, മ്യൂട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുക അല്ലേ? വേറെ ആരും? റീജിസ KS ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോയി, അതായത് അവരുടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഒതൻറ്റിക്കേഷൻ സ്ക്രീനിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒന്നുകൂടി എന്താ പറയുക, കണ്ടിന്യൂറ്റി പോയ കാരണം നമ്മൾ ആദ്യം തൊട്ടൊന്ന് നോക്കാം. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. ലോഗിൻ, അതിനുശേഷം അവരുടെ ഒരു യൂസർ നെയിമും പാസ്വേഡ് പഠിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, അത് എന്താണ്, യൂസർ നെയിം പ്രീ ഡിഫൈൻഡ് ആണ്, അവരുടെ ഇമെയിൽ ID ആയിരിക്കും. പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുന്ന പാസ്വേഡാണ്. ദെൻ അതിൻ്റെ ക്യാപ്ച അടിച്ച് നമ്മൾ കയറാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്ക്രീനിലെത്തും. അവിടെ നമുക്കിവിടെ ലോഗിൻ ബട്ടൺ കാണാം. അപ്പോൾ ലോഗിൻ ബട്ടൺ കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിളിക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ജാവ 1.8 എബോവ് ഷാൽ ബി ഇൻസ്റ്റാൾഡ്, DSC ഡ്രൈവേഴ്സ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ഫ്രം റിസോഴ്സ് CD, DSC ഈ ടോക്കൺ കുത്തിയിട്ടുണ്ടാകണം. ഇങ്ങനെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്? ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഒതൻറ്റിക്കേറ്റ് ചെയ്തിട്ട്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും സുരക്ഷാ പ്രോട്ടോക്കോൾ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മൊബൈലിലോ ബാക്കി മറ്റ് ഡിവൈസുകളിലോ, ജാവ സപ്പോർട്ട് ചെയ്യാത്ത മറ്റ് ഡിവൈസുകളിലോ കമ്പ്യൂട്ടർ ചെയ്യാൻ ഇ-ടെൻഡർ ചെയ്യാൻ പറ്റാത്തത് എന്നുകൂടി വരുന്നു. ഓക്കെ, ഒതൻറ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ സ്ക്രീനിലെത്തി. ഇവിടെ ഒരു വെൽക്കം മെസ്സേജ് ഉണ്ട്. ഇവിടെ കുറേ നമുക്ക് പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ, ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾക്ക് എന്താണ് ഇവിടെ ഉള്ള പരമ്പരാഗത മാർഗത്തിൽ നമ്മളൊരു ടെൻഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ കോൺക്യൂ ഇല്ല, നമ്മൾ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ കോൺക്യൂ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സോഫ്റ്റ്വെയർ ആണ്, തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ആണ്. എൻ്റെ സോഫ്റ്റ്വെയർ മീൻസ് എൻ്റെ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതില്ലാതെയും നിങ്ങൾക്ക് ടെൻഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ടെൻഡറുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ മൈ അക്കൗണ്ട്സും മൈ ഡോക്യുമെൻസും ആണ്. സെർച്ച് ആക്റ്റീവ് ടെൻഡേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള, നമ്മുടെ ലോഗിനിൽ വെച്ച് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. എന്താണ്, നമുക്കൊരു ടെൻഡർ ID വെച്ച് സെർച്ച് ചെയ്യാം. എന്താണ് ഈ ടെൻഡർ ID? ഓരോ ടെൻഡറിനും ഒരു യുണീക്ക് ID ഉണ്ട്. അത് നമുക്ക് കാണാം. അത് ഞാൻ കാണിച്ചു തരാം. ടെൻഡർ ID ഇപ്പോൾ നമുക്ക് അറിയാൻ നിർവാഹമില്ല. നമ്മളൊരു ടെൻഡർ കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. നമ്മളിവിടെ എടുക്കുമ്പോൾ, ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ, കേരളത്തിൽ ടെൻഡർ ചെയ്യുന്ന എല്ലാ ഓർഗനൈസേഷനും അല്ലെങ്കിൽ നിലവിൽ ടെൻഡറുള്ള എല്ലാ ഓർഗനൈസേഷനും ഇവിടെ കാണാം. അപ്പോൾ ഞാൻ പർട്ടിക്കുലർലി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രിതല പഞ്ചായത്താണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എടുത്തതിന് ശേഷം നമ്മൾ ഏത് ജില്ലയിലെ ടെൻഡറാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവാം, തൃശ്ശൂർ. ഓക്കെ, ദെൻ ബ്ലോക്ക് പഞ്ചായത്ത് സബ് ഡിവിഷൻ ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് സെക്ഷൻ ഓഫീസ്, ത്രിതല പഞ്ചായത്തുകൾ, മുനിസിപ്പൽ എഞ്ചിനീയർ ഓഫീസ്, 3 ഡിവിഷൻ ഇതിലാണ് ഇപ്പോൾ ടെൻഡർ ഉള്ളത്. ഞാനത് ബ്ലോക്ക് പഞ്ചായത്ത് സബ് ഡിവിഷൻ ഓഫീസ്, തൃശ്ശൂർ ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ. അപ്പോൾ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമേ ഇപ്പോൾ ടെൻഡർ നിലവിലുള്ളൂ.
ഇനി അതിന് ഫർദർ ബ്രാഞ്ച് ഇല്ല. നമ്മളെവിടെ എത്തി? ത്രിതല പഞ്ചായത്തിലെ അവസാന ടയറിലെത്തി. അപ്പോൾ നമ്മൾ എന്നിട്ട് സെർച്ച് ചെയ്യാം. ഒറ്റ വർക്കേ ഉള്ളൂ അല്ലേ? ഇതാണ് ഇതിൻ്റെ ടെൻഡർ ഐ ഡി. അതായത് ഒരു വർഷം, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്, പിന്നെ ഒരു യൂണീക്ക് ഐ ഡി _ കഴിഞ്ഞ ഒരു നമ്പർ കൂടി. ഇതാണ് ഒരു ടിപ്പിക്കൽ ടെൻഡർ ഐ ഡി. അപ്പോൾ LSTD എന്ന് പറഞ്ഞത് ലോക്കൽ സെൽ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്നു, 2025 വർഷം പ്രതിനിധീകരിക്കുന്നു. പിന്നെ ആ ടെൻഡറിൻ്റെ ഒരു യൂണീക്ക് നമ്പർ ഉണ്ട്. നമ്മൾ ഈ ടെൻഡറിനെ നമ്മൾക്കിത് ചെയ്യാനാണ് അല്ലെങ്കിൽ ഇത് കാണാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ ടെൻഡർ ഇൻഫോർമേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. നമുക്ക് ഈ ടെൻഡർ ചെയ്യണോ എന്നൊന്ന് തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ അറിയണ്ടേ. അപ്പോൾ ഇവിടെ എന്താണ്? നമ്പർ ഓഫ് കവേഴ്സ്, കവർ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ പല ഉദ്യോഗസ്ഥർ പല രീതി ചെയ്യും എന്ന് പറയുന്നതുണ്ടല്ലോ. ഈ കവറിൻ്റെ ഡിസ്ക്രിപ്ഷനൊന്നും അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? BOQ വേണം, SBD NIT കമ്പൈൻ ചെയ്ത് വേണം, ഇൻറ്റഗ്രിറ്റി പാക്റ്റ് എന്നാണ് ഇതിന് IPACT, പേയ്മെൻറ്റ് അഫിഡവിറ്റ്, പ്രിലിമിനറി അഗ്രിമെൻറ്റ്, ഫോം ഓഫ് ടെൻഡർ, GST, ലൈസൻസ്, ഫീസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇതൊരു ടിപ്പിക്കൽ ടെൻഡറാണ് ഒരു ഉദ്യോഗസ്ഥരുടെ. ഇവിടെ ഇത് എന്താണ് ആ വർക്ക്? കോർപ്പസ് ഫണ്ട്, സുബീൻ നഗർ ഡ്രിങ്കിങ് വാട്ടർ സ്കീം ഇൻ പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് വാർഡ് 2, 5,24,174 രൂപയുടെ വർക്കാണ്. ഓക്കെ, നമ്മളത് കണ്ടു, കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ? നമുക്ക് ഈ ടെൻഡർ ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ ഈ വിൻഡോ ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിനെ ഓപ്പൺ ടെൻഡർ, അതിനെ ഫേവറേറ്റ് ആക്കണം. നമ്മൾ ഫേവറേറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൈ ടെൻഡേഴ്സ് എന്നുള്ള സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, ആ മൈ ടെൻഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടെൻഡർ പ്രക്രിയ തുടങ്ങിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ വ്യൂ പറയുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസം വന്നു. നേരത്തെ നമ്മൾ എന്താണ് പറയുന്നത്? നമുക്ക് വെറുതെ ടെൻഡർ ഇൻഫോർമേഷൻ കാണാനേ പറ്റിയിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താണ്? ആ ടെൻഡറിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മളുടെ വിവരങ്ങൾ ഏതിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്? ടെൻഡർ ഡോക്യുമെൻ്റ് ഇന്നലെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു, നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ. ഇതിൽ ടെൻഡർ ഡോക്യുമെൻ്റ് സെക്ഷനിൽ 3 ഫയലുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ നേരെ ഓപ്പൺ ചെയ്യാണ് ചെയ്യണത്. ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ? അതായത് പേയ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ കാണുന്നത്. ഒരു നമ്മൾ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഫോം. ഓക്കെ, അടുത്ത എന്താണ്? ടെൻഡർ നോട്ടീസ് 2. ഇതേപോലെയുള്ള ചിലർ മാതൃക നൽകാം, നൽകാതിരിക്കാം. ഒരു മാതൃക ഇതിൽ നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു ഫോമാണെന്ന് മനസ്സിലായി അല്ലേ? അടുത്ത എന്താണ്? അതേ ഫോം തന്നെ ഒന്നുകൂടി അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. പോട്ടെ, കുഴപ്പമില്ല. ദെൻ എന്താണ് പറയുന്നത്? നമുക്കൊരു സിപ്പ് ഫയൽ ഉണ്ട്, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. നമ്മൾ ആ സിപ്പ് ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു. സിപ്പ് ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു ഫോൾഡറിൽ, ഇപ്പം ഞാൻ ചാവക്കാട് എന്നാണ് ഞാൻ ഈ വർക്ക് കൊടുക്കുന്നത്. ഓക്കെ, വർക്ക് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തു. ചാവക്കാട് എന്നുള്ളതിൽ മറ്റ് ഫോമുകൾ നമ്മൾക്കിവിടെ കാണുന്നുണ്ട് അല്ലേ? ഞാനിത് ഓടിച്ചനെയാണ് പോകുന്നത് കേട്ടോ. അഫിഡവിറ്റ് എന്നുള്ളൊരു ഫോമാണ്. കൂടാതെ നമ്മൾ ആ ടെൻഡർ നോട്ടീസിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ഫോമുകൾ ഒന്നുകൂടി ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ ഫോം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഫോം ഓഫ് ടെൻഡർ, ഫീസ്, ഇങ്ങനെ കുറച്ച് ഫോമുകളുണ്ട് നമുക്ക് അല്ലേ? ഈ ഫീസ് എന്ന് പറഞ്ഞത് ആ ഫയലിൻ്റെ പേര് അത് കൊടുത്തുന്നുള്ളൂ. ഇതാണ് നമ്മുടെ എന്താ പറയുക, ടെൻഡറിന് അടയ്ക്കേണ്ട ഫീസും ബാക്കിയുള്ള കാര്യങ്ങളും അതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എപ്പോഴും SBD എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ബിഡ് ഡോക്യുമെൻ്റ്. ഇത് ഒരു നോണ്ടാ, ഇത് 55 പേജ് ഉള്ളത്. അത് അക്ഷരങ്ങൾ ചെറുതാക്കിയിട്ടാണ് അവർ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 7 ഭാഗങ്ങളുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അതിൽ ആ ടെൻഡറിനെ കുറിക്കുന്ന സകലമാന വിശദ വിവരങ്ങളും ഇതിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഫോമുകൾ ഫില്ല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടാകും. ഓക്കെ, അത് നമ്മൾ നോക്കി എന്ന് കൂട്ടി. ദെൻ NIT നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ എന്ന് പറഞ്ഞ പ്രൈസ് 3യിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ
ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. നമ്മൾ ഈ ടെൻഡർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടതെന്ന് മനസ്സിലാക്കി നമ്മൾ ബിഡ് സബ്മിഷനിലേക്ക് പ്രൊസീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബിഡ് സബ്മിഷനിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഈ ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കിയിരിക്കണം. ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കാൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്നില്ല, നമ്മൾ ഈ പ്രൊസീജിയർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് പറഞ്ഞത്, ഗവൺമെൻറ് എന്ത് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കണം, ഐ അഗ്രി കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ കോൺട്രാക്ടറുടെ അയാളുടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളും ഇവിടെ ചിലർക്ക് GST നമ്പർ ഒന്നുകൂടി ഉറപ്പിക്കുകയും വേണം. GST നമ്പർ ഒന്നുകൂടി ഉറപ്പിക്കുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് അടിച്ചു. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി. ഇവിടെ ടെൻഡർ ഫീ പേയ്മെൻറ്റ് എക്സംഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ചെയ്യുന്നത് ഒരിക്കലും എക്സംഷൻ ഇല്ലാത്ത ഒരു മേഖലയാണ്. സിവിൽ വർക്കുകൾക്ക് ടെൻഡർ ഫീസും EMDയും യാതൊരു ഇളവും നിലവിൽ ബാധകമല്ല എന്നുള്ളതിന് ഗവൺമെൻറ് ഉത്തരവുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും, ഒരു കരാറുകാരൻ്റെ കേസിലാണെങ്കിൽ ഇത് രണ്ടും നോ ആണ്. അടുത്തതും എന്താണ്, നോ ആണ്. അർഹത ഉണ്ടെങ്കിൽ അർഹതയുള്ളത് നമുക്ക് അവിടെ കൊടുക്കാം. ഇനി ഇതിന് 3 സ്റ്റെപ്പാണുള്ളത്. ഇവിടെ നമ്മൾ പേ ചെയ്യേണ്ട ടെൻഡർ ഫീസും EMDയും കാണുന്നുണ്ട്. അത് നമുക്ക് പേ ഓൺലൈൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ഈ സ്റ്റെപ്പിൽ ഇത്രയേ ഉള്ളൂ. പേ ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ കണ്ടീഷൻസൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരും. കൺഫേം ടു പേ കൊടുക്കുക. ഒന്നുകൂടി എന്ത് വരും, ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും, ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉള്ളൂ, ഗൂഗിൾ പേയും ബാക്കിയുള്ളതൊന്നുമില്ല, ഓൺലി നെറ്റ് ബാങ്കിങ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് സ്ട്രെസ് ചെയ്ത് പറയാണ്, നമ്മളൊരു കരാറുകാരനോ ഒരു ബിഡർക്കോ പുതിയ പർച്ചേസ് ടെൻഡറിലോ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ട കാര്യത്തിൽ ഈ ടെൻഡറിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടോ, ഡീറ്റെയിൽ സിഗ്നേച്ചർ ഉണ്ടോ, ഡീറ്റെയിൽ സിഗ്നേച്ചറിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നെറ്റ് ബാങ്കിങ് ഉള്ള ബാങ്ക് അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡും ഉണ്ടോ എന്നുകൂടി ചോദിക്കണം. അത് ഉറപ്പ് വരുത്തണം. ഈ SBI MOPS ഗേറ്റ് വേ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പേയ്മെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്കാണിത്. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നമുക്ക് പലപ്പോഴും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലിങ്കാണിത്. അതിൻ്റെ പ്രാധാന്യം ബാക്കിയുള്ള കാര്യങ്ങളും ഞാനിപ്പോൾ പറയുന്നില്ല. ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്, അത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മളിവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ SBIയുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടും. അവിടെ നമുക്കറിയാം, നമ്മൾ കണ്ട SBI നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം. SBI നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും, SBIയുടെ ഓൺലൈൻ സംവിധാനത്തിലായിരിക്കും നമ്മൾ പോവുക. നമ്മൾ ഈ ടെൻഡറിന് നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് കൂടാതെ ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് 168 രൂപ 32 പൈസയും കൂടെ ഈടാക്കും എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ വിവരം എന്താ പറയുക, പൈസയുടെ കാര്യമാകുമ്പോൾ നമ്മൾ എപ്പോഴും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുടെ ടോട്ടലായിട്ട് ഇത്രയാണ് പോകുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ഏത് ബാങ്കാണോ എന്നതനുസരിച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ ചൂസ് ചെയ്യുകയും നമ്മുടെ അവിടെ അവരുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ IDയും പാസ്വേഡും കൊടുത്ത് ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പ് വെച്ചും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, നമ്മളുടെ ഇതിൽ നിന്ന് ഇനി ഒരു തിരിച്ചുപോക്കില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നേരെ നമുക്ക് ഈ ടെൻഡർ സൈറ്റിലേക്ക് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ പോകില്ല. എനിക്കിപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഈ പേയ്മെൻറ്റ് നമുക്കൊരു മോക്ക് ഡെമോയിൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ ഇവിടെ എന്താണ് പറയുക, ഇവിടെ ഒരു ക്യാൻസൽ വന്നു. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ ഇവരുടെ വിൻഡോയിൽ തന്നെയാണ് വരിക, ഒരിക്കലും ഈ ടെൻഡർ സൈറ്റിലേക്ക് തിരിച്ച് പോകില്ല. അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അത് റിപ്പീറ്റ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ അടുത്ത ഒരു സെഷനിലേക്ക്, അതായത് നമ്മുടെ കോൺക്യൂവിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഏകദേശം 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റോളം എടുത്ത് ഈ ടെൻഡർ സൈറ്റിലെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിനെങ്ങനെയാണ് ക്വിക്കൻ ചെയ്യുക, ഈ ഡോക്യുമെൻറ്റുകളൊക്കെ നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ഈ ഉപഭോക്താവ്, നമ്മളുടെ ഈ കക്ഷി എന്താണ്, കോൺക്യൂവിൽ ഉള്ള അംഗമാണ്. അപ്പോൾ ആളുടെ കോൺക്യൂ ലോഗിൻ ഞാൻ നിങ്ങൾക്കായിട്ട് എന്ത് ചെയ്യാണ്, എടുക്കുകയാണ്. കോൺക്യൂവിൻ്റെ എംബ്ലം ഇവിടെ കാണാം. ഇതെങ്ങനെ വരാം എന്നുള്ളത് നമ്മൾ ക്ലാസ്സിന് ശേഷം ഒന്നുകൂടി കോൺക്യൂ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇതുകൾ നിങ്ങൾക്കെല്ലാം ഒരു ട്രയൽ ലോഗിൻ കോൺക്യൂവിൽ ഈ സെഷൻ കഴിയുന്നതോടുകൂടി തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കോൺക്യൂ എടുക്കുകയാണ്. കോൺക്യൂനും ഇതേപോലെ തന്നെ ഒരു
ഹോം സ്ക്രീൻ ഉണ്ട്. അതിൽ നമുക്ക് എന്താണ് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് സൈൻ ഇൻ ചെയ്യുകയും, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, നിങ്ങൾ ഈ കോൺക്യൂവിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നതിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവർ അവരുടെ ഒരു പേര്, വാട്സപ്പിലാണ് നമ്മളുടെ OTP ബാക്കിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വാട്സപ്പുള്ള ഒരു ഫോൺ നമ്പർ, നിങ്ങളുടെ ഒരു ഇമെയിൽ അഡ്രസ്സ്, ഒരു പാസ്വേഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യമായി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരാൾക്ക് പിന്നീട് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുകയും, നമ്മളുടെ സ്ഥിരം ഉപയോഗിക്കുന്ന സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ആ സൈൻ ഇൻ ബട്ടൺ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർമനൻ്റ് ആയിട്ട് ഇതിൽ സൈൻ ഇൻ ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കോൺക്യൂ എന്താണ് പറയുക അതിൻ്റെ സെറ്റപ്പിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫോൺ നമ്പറിൻ്റെ കൂടെ 10 ഫോൺ നമ്പറിൻ്റെ മുന്നിൽ 91 ഉപയോഗിക്കണം. 9447 ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറാണ്. കോൺക്യൂലെ ലോഗിൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫോൺ നമ്പർ ആയിരിക്കും കേട്ടോ. ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഇമെയിലോ ആയിട്ട് ഉപയോഗിക്കുക. 9447351853. ഞാൻ ആളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാണ്. പാസ്വേഡ് നമുക്ക് എന്താ പറയുക ഒളിച്ചു വെക്കാം. ഇനി വേണം എങ്കിൽ എന്താണ് പറയുക, നിങ്ങൾക്കത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾക്ക് അത് ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനും സാധിക്കും. ഫോർഗോട്ട് പാസ്വേഡിനും ഇതേപോലെ നമുക്ക് OTP വെച്ച് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ലോഗിൻ ചെയ്യണം. നമ്മൾ കോൺക്യൂലെത്തി. കോൺക്യൂവിൻ്റെ ഒരു വെൽക്കം സ്ക്രീനിൽ നമ്മൾ 3 ഓപ്ഷനാണുള്ളത്. എന്താണ്? ഫസ്റ്റ് സെർച്ച് ടെൻഡേഴ്സ്, മാനേജ് ഓഫീസസ്, മൈ ടെൻഡേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾക്ക് ഒരു കരാറുകാരനോ അല്ലെങ്കിൽ നമ്മൾക്കോ നമ്മുടെ ടെൻഡർ പ്രൊവൈഡർക്കോ എത്ര ടെൻഡർ അവസരങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് എന്ന് നമുക്കിവിടെ കാണാം. 18,233 ടെൻഡർ അവസരങ്ങളുണ്ട്. അതിൽ 497 എണ്ണം പുതിയതായിട്ട് പബ്ലിഷ് ചെയ്തതാണ്. 4005 എണ്ണം പുതിയ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഫേവറേറ്റ് ടെൻഡർ എന്ന് പറയുന്ന പോർഷനിൽ 1 എന്ന് കാണുന്നുണ്ട്. അത് നമുക്ക് ഈ മാനേജ് ഓഫീസേഴ്സ് എന്നുള്ള സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഡ്രാഫ്റ്റ് ബിഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കരാറുകാരൻ എന്ത് ചെയ്യാണ്, ഒരു ടെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിക്കുന്നതാണ് ഈ ഡ്രാഫ്റ്റ് ബിഡിൽ കാണുന്നത്. നമ്മൾ സെർച്ച് ടെൻഡേഴ്സിലേക്ക് പോയി. കേരളത്തിൽ നമ്മൾ മറ്റു സ്ഥലങ്ങളിലും നമ്മുടെ ഒരു മാതൃക എന്താ പറയുക, തമിഴ്നാട്, ലക്ഷദ്വീപ് മുതലായ തൊട്ട് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതേപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, NTPC, ചെന്നൈ പെട്രോളിയം, കോൾ ഇന്ത്യ ലിമിറ്റഡ് മുതലായ സ്ഥലങ്ങളിലെയും ടെൻഡറുകൾ, അതായത് നമുക്കിപ്പോൾ 31 മൊത്തം ഓർഗനൈസേഷനുകളുടെ, സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറിയും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സുമായിട്ട് 31 ടെൻഡറുകളിലായിട്ട് 18,233 ആക്റ്റീവ് ടെൻഡറുകളുണ്ട്. നമ്മൾക്ക് കേരളമാണ് വേണ്ടത്. നമ്മൾ കേരളം സെലക്ട് ചെയ്തു. കേരളം സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അല്ലേ, ഫേവറേറ്റ് ഓഫീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കോർപ്പറേഷൻ എഞ്ചിനീയർ കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് കാണുന്നുണ്ട്, ഒരു ടെൻഡർ ആക്റ്റീവ് ആണ് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇത് കാറ്റഗറൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ ടെൻഡർ സൈറ്റിൽ നമുക്ക് ഓഫീസ് വൈസ് സെർച്ച് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ സിവിൽ വർക്കിൽ എത്ര അവസരമുണ്ട്, ഇലക്ട്രിക്കൽ കരാറുകാർ ഇലക്ട്രിക്കൽ വർക്കേ ചെയ്യുള്ളൂ, അവർക്ക് എത്ര അവസരമുണ്ട്, പർച്ചേസ് ആൻഡ് സർവീസസിൽ എത്ര അവസരമുണ്ട്, അതേഴ്സിൽ എത്ര അവസരമുണ്ടെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇത് കൂടാതെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും എത്ര ടെൻഡർ വീതമുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അവസരങ്ങൾ എപ്പോഴും നമ്മളുടെ ത്രിതല പഞ്ചായത്ത് ഉൾപ്പെടുന്ന, പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും ഉൾപ്പെടുന്ന LSTDയിലായിരിക്കും. അതിനുശേഷം പ്രമുഖ സ്ഥാനം നമ്മുടെ PWD ആണ്. അതുകൂടാതെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഈ LSTD എന്ന് പറയുന്നതിൽ വരുന്ന ടെൻഡറുകളിൽ ഭൂരിഭാഗം സിവിലായിരിക്കും. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് മറ്റ് അവസരങ്ങൾ. നമുക്കിപ്പോൾ പർച്ചേസ് ടെൻഡറുകൾ, ഡ്രൈവർ, വണ്ടി, വാഹനങ്ങൾ വാടകയ്ക്കെടുക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരും. ഇറിഗേഷൻ, ഇലക്ട്രിസിറ്റി, റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് അവസരങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി നമ്മുടെ ആ പ്രോസസ്സിലേക്ക് പോവാണ്. നമുക്കിപ്പോൾ ഒരു ടെൻഡർ ചെയ്യണം എന്ന് വിചാരിക്കുക. നമ്മുടെ ടെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ്, നമുക്ക് ഈ ഓഫീസുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു ടെൻഡർ ഉണ്ട്, അത് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു മാക്കുന്നി റോഡ് എന്ന് പറയുന്ന ഒരു ടെൻഡർ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ അപ്പോൾ ഏതൊക്കെ ഓഫീസുകളിൽ നമ്മൾക്ക് അവസരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കോൺക്യൂവിനെ എളുപ്പത്തിൽ ഉപയോഗിക്കാം. എങ്ങനെയാണത്? നമ്മൾ കോൺക്യൂവിൻ്റെ ഫസ്റ്റ് ഡാഷ്ബോർഡിൽ മാനേജ് ഓഫീസസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഇദ്ദേഹം ഇത്രയും ഓഫീസുകൾ ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ഓഫീസുകൾ ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആ ഫേവറേറ്റ് ആക്കി വെച്ച ഓഫീസുകളിൽ ഇപ്പോൾ നിലവിൽ കണ്ണൂർ കോർപ്പറേഷനിൽ മാത്രമേ ടെൻഡർ ഉള്ളൂ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ, ഏതെങ്കിലും നമ്മളുടെ തൊട്ടടുത്തുള്ള ഓഫീസുകളിൽ ടെൻഡർ ഉള്ളതായിട്ട് അറിയോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? നമ്മൾ ടെൻഡർ ചെയ്യുന്നവരുണ്ടല്ലോ ഇതിൽ. ഹലോ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടല്ലോ സാർ, നേരത്തെ നമ്മളത് നോക്കിയില്ലേ? ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്. ഓക്കെ, ശരിയാണ്. ഞാനത് വിട്ടുപോയിട്ടാ. ഓക്കെ, താങ്ക് യു. ഞാനപ്പോൾ നമ്മുടെ ഇവിടെ ഫേവറേറ്റ് ഓഫീസസ് എടുക്കുകയാണ്. നമ്മൾ നേരത്തെ അവിടെ കണ്ണൂർ മാത്രമേ കണ്ടായുള്ളൂ കേട്ടോ. അവിടെ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മൾ നേരത്തെ ഈ ടെൻഡർ സൈറ്റിലും ഇതേപോലെ തന്നെയാണ് സെലക്ട് ചെയ്തെടുത്തത് അല്ലേ. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു. അതിൽ നിന്ന് ചാവക്കാട് ഉൾപ്പെടുന്ന ജില്ല തൃശ്ശൂരാണ്. നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അവിടെ നമുക്ക് സെലക്ഷനേ ഉള്ളൂ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എന്താണ് പറയുക, ആദ്യത്തെ ഒരു 3 അക്ഷരം അടിച്ചു കഴിഞ്ഞാൽ ആ ഓഫീസിലേക്ക് നമ്മൾ പോയി. ഇനി എന്താണ്, ചാവക്കാട് കണ്ടുപിടിക്കണം. ചാവക്കാട് ഇവിടെ കണ്ട CHIV അടിക്കുമ്പോൾ ചാവക്കാട് കിട്ടി. ഇത് ആഡ് ചെയ്തു നമ്മൾ. അത് നമ്മൾ ഫേവറേറ്റ് ചെയ്തു. കണ്ട സെലക്റ്റഡ് ഓഫീസസ് മാർക്ക് ക്ലാസ് ഫേവറേറ്റ് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അതുകൊണ്ട് സംഭവിച്ചത് എന്ന് നോക്കാം. ഇത് ക്ലോസ് ചെയ്തു. നമ്മൾ കോൺക്യൂലേക്ക് പോയി. നമ്മൾ സെർച്ച് ടെൻഡേഴ്സ് എടുത്തു, കേരള എടുത്തു. ദേ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായതെന്താണ്, നമ്മൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ടെൻഡർ വരാൻ സാധ്യതയുള്ള ഓഫീസുകളിൽ ടെൻഡർ വന്നാൽ അത് നിങ്ങൾക്കറിയാൻ പറ്റും. ഏതിൽ? കോൺക്യൂവിൽ അല്ലേ. നിങ്ങളൊരു ടെൻഡർ പ്രൊവൈഡർ എന്നുള്ള രീതിയിൽ ഈ ഫീച്ചറിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾ കാണേണ്ടത് എന്താണ്, നിങ്ങൾക്ക് താല്പര്യമുള്ള ഓഫീസുകളെല്ലാം ഫേവറേറ്റ് ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രദേശത്തുള്ള ഓഫീസുകളെല്ലാം ഫേവറേറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഓഫീസുകളിൽ ടെൻഡർ വന്നു കഴിഞ്ഞാൽ നമ്മളറിയും. നമ്മളറിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലയൻറ്റിനെ അങ്ങോട്ട് വിളിക്കാം. ചേട്ടാ, ഇന്ന ഓഫീസിൽ 10 ടെൻഡർ വന്നിട്ടുണ്ടല്ലോ, ചേട്ടൻ ഏതെങ്കിലും പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോൾ ആൾ അതിൻ്റെ വിവരങ്ങളൊക്കെ എന്താണ്, അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. അല്ലെങ്കിൽ ചേട്ടന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു തരാം, വാട്സപ്പ് അയച്ചു തരാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചെന്നു, ഈ ടെൻഡറിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു, വാട്സപ്പ് അയച്ചു കൊടുത്തു. അപ്പോൾ അയാൾ പറയുകയാണ് എന്ത്, എനിക്ക് അതിൻ്റെ ടെൻഡറിൻ്റെ ഷെഡ്യൂളൊന്ന് കാണണം. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നല്ല പറഞ്ഞു നമ്മൾ BOQ എന്ന് പറയുന്നത്. ഒറ്റ ക്ലിക്ക് നമ്മൾ നേരത്തെ എക്സലിൽ ഒരു സിപ്പ് ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എക്സൽ ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്തില്ലേ, ആ എക്സൽ ഫയലിലുള്ള വിവരങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഷെഡ്യൂള് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ഐഡിയ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്ക്രീനിൽ തന്നെ നമ്മൾ അറിയേണ്ട ക്രിട്ടിക്കൽ ഇൻഫർമേഷനുകൾ, ആ ടെൻഡറിന് എത്ര ഫീസ് ഞാൻ അടയ്ക്കണം, അല്ലെങ്കിൽ ടെൻഡർ എത്ര രൂപയുടെ ടെൻഡറാണ്, 5,24,174 രൂപയുടെ ടെൻഡറാണ്. അത് എന്നാൽ ലാസ്റ്റ് ഡേറ്റ് 19-ാം തീയതി കഴിയും കേട്ടോ എന്ന് പറയാം നമുക്ക് അല്ലേ. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ടെൻഡർ ID എന്നുള്ളത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുമൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോപ്പി ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പർപ്പസ് ഞാൻ പറഞ്ഞുതരാം. ഇത് കൂടാതെ നമുക്കിവിടെ എന്തുണ്ട്, നമുക്കിപ്പോൾ അവസരങ്ങൾ നമ്മൾ ഫേവറേറ്റ് ഓഫീസായിട്ട് ഇത് ചെയ്ത് നിൽക്കണ്ട. നമുക്ക് സമയമുള്ളപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാം. എങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാം? ഈ സെർച്ച് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ടൈൽ പേവിങ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ടൈൽ പേവിങ് വർക്കുകൾ മാത്രം നമ്മൾ ടൈൽ പേവിങ് എന്നടിച്ചു, സെർച്ച് ചെയ്തു. ഇവിടെ ടൈൽ പേവിങ് എന്ന് പേരിൽ ഉള്ള, ശ്രദ്ധിക്കണം കേട്ടോ, പേരിലുള്ള ഇത്രയും അവസരങ്ങൾ, ഒരു എന്താണ് പറഞ്ഞത്, 12 അവസരങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. 12 അവസരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 2 പേജുകളായിട്ട്. ഒരു പേജിൽ 10 ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു കണ്ട തൃക്കാക്കര മുനിസിപ്പാലിറ്റി, പുതുക്കാട്, ഇങ്ങനെയൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻസ്ഡ് ഫിൽറ്ററിലേക്ക് പോകാം അല്ലേ. എനിക്ക് 10 ലക്ഷം രൂപയുടെ മുകളിലുള്ള ടൈൽ പേവിങ് മതി. അല്ലെങ്കിൽ ഇതിപ്പോൾ കേരള അല്ല തമിഴ്നാട്ടിലുണ്ടെങ്കിലും കാണിക്കും. അപ്പോൾ നമ്മളിത് കേരള ആക്കി ചുരുക്കി ഇതാ.
എന്നിട്ട് നമ്മുടെ പ്രൈസ് റേഞ്ച് കൊടുക്കുകയാണ്. എനിക്ക് 10 ലക്ഷം രൂപയുടെ മുകളിലുള്ള ടൈൽ പേവിംഗ് ആണ് എനിക്ക് താല്പര്യം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ 10 ലക്ഷം മുതൽ 25 ലക്ഷം വരെ ഫിൽറ്റർ അപ്ലൈ ചെയ്തു. അപ്പോൾ 2 വർക്കായിട്ട് ചുരുങ്ങി അല്ലേ? എവിടെയൊക്കെയാണ്? തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ 2 വർക്കായിട്ട് ചുരുങ്ങി. അദ്ദേഹം അതിൽ തൽപരനാണെങ്കിൽ അയാൾക്ക് ആ വിവരങ്ങൾ കൊടുക്കാം. അങ്ങനെ നമ്മൾക്ക് നമ്മൾ അവിടെ വളരെ ഡിസോർഗനൈസ് ആയിട്ട് കിടക്കുന്ന സംഭവങ്ങളെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫിൽറ്റർ ചെയ്ത് നമുക്ക് അവസരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഇവിടെ കാറ്റഗറി അല്ലേ, സിവിൽ വർക്ക് ഉണ്ട്, ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ട്. ഇനി ഞാനിപ്പോൾ ഈ കാറ്റഗറി ഞാൻ മാറ്റി വിചാരിക്കാം, പർച്ചേസ് ആൻഡ് സർവീസസ് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് വിചാരിക്കാം. ഇതെല്ലാം പോവും. കാരണം എന്താണ്? അത് ടൈൽ പേവിങ് എന്ന് പറയുന്നത് പർച്ചേസ് ആൻഡ് സർവീസസിൽ പോവില്ല. അപ്പോൾ നമ്മൾ മറ്റെല്ലാ ഫിൽറ്ററുകളെയും പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഫിൽറ്ററുകൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ? ഡിസൈഡ് റിസൾട്ട് വരുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഞങ്ങളിവിടെ എന്തെങ്കിലും അടിച്ചു വെച്ചിട്ട് പർച്ചേസിൽ എടുത്തു കഴിഞ്ഞാൽ അത് വരുമോ? ഇല്ല. ഇപ്പോൾ കണ്ട, ഇപ്പോൾ നമുക്ക് പർച്ചേസിൽ എത്ര അവസരങ്ങളുണ്ട്? 40 അവസരങ്ങളുണ്ട്. എന്ത്? 10 ലക്ഷത്തിൻ്റെയും 25 ലക്ഷത്തിൻ്റെയും ഇടയിലുള്ളത്. ഈ ഫിൽറ്റർ ക്ലിയർ ചെയ്താലോ ആ അവസരങ്ങൾ ഒന്നുകൂടി നമ്മൾ സെർച്ച് ചെയ്യണം കേട്ടോ. ഫിൽറ്റർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യണം. അത് 272 കൂടും. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? പേജ് വൈസ് ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് കേട്ടോ. കണ്ടുപിടിക്കാൻ ഈ സെർച്ച് കൊണ്ട് സാധിക്കും. കോൺക്യൂ അഗെയിൻ ബാക്ക് ടു നമ്മൾ എന്താണ് പറയുന്നത്? ഈ ഡ്രാഫ്റ്റ് ബിഡിലിട്ടിരിക്കുന്ന ഒരു ബിഡ് നമ്മൾ എന്ത് ചെയ്യാണ്? അത് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സെർച്ച് ടെൻഡർ പറഞ്ഞു, മാനേജ് ഓഫീസർ എന്ന് പരാമർശിച്ചു, മൈ ടെൻഡേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതിൽ നമ്മൾ പങ്കെടുത്ത ടെൻഡറുകളുടെ ഒരു ഹിസ്റ്ററിയാണ് അവിടെ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ 214 ടെൻഡറിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ആ 214 ടെൻഡറുകളും നമുക്ക് ഇവിടെ ഒരു ഹിസ്റ്ററി പോലെ നമുക്ക് കാണാം, നമ്മൾ പങ്കെടുത്ത ടെൻഡറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ. ഓക്കെ, നമ്മുടെ പർപ്പസ് അപ്പോൾ നമ്മളെന്താണ്? ഈ ഡ്രാഫ്റ്റ് ബിഡിസിൽ ഇത് ചെയ്യാൻ വേണ്ടി കോൺക്യൂല് ഒരു ടെൻഡർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്യാൻ പോവാണ്. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ടെൻഡർ എടുത്തു, അതും ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളുടെ ടെൻഡർ സൈറ്റിൽ നമ്മളിങ്ങനെ ഒരു കവർ ഇൻഫർമേഷൻ കാണുന്നുണ്ട്. അപ്പോൾ അതും ഇവിടെ നമ്മൾ ആ കവർ ഇൻഫർമേഷൻ നമുക്ക് എന്തൊക്കെയാണ് ഈ ടെൻഡറിന് നമ്മൾ തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു BOQ വേണം, പ്രിലിമിനറി അഗ്രിമെൻ്റ് സ്കാൻ കോപ്പി വേണം, ഇ പേയ്മെൻറ്റ് സ്കാൻ കോപ്പി വേണം, ഇൻറ്റഗ്രിറ്റി പാക്റ്റിൻ്റെ സ്കാൻ കോപ്പി വേണം, അഫിഡവിറ്റിൻ്റെ വേണം, ഫോം ഓഫ് ടെൻഡർ, SBD ടെൻഡർ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് SBD വേണം, സ്കാൻഡ് കോപ്പി ഓഫ് ലൈസൻസ് ആൻഡ് പാൻ കാർഡ് ആൻഡ് GST രജിസ്ട്രേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഡോക്യുമെൻറ്റുകൾ ജനറേറ്റ് ചെയ്യാൻ പോകണം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ് നമ്മൾ പറഞ്ഞു BOQ ആണെന്ന് പറഞ്ഞു അല്ലേ? BOQ ഒരു എക്സൽ ഫയലാണെന്ന് നമുക്കറിയാം. അത് നമ്മൾ എക്സൽ ഇല്ലാതെ ജനറേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ അതൊരു മെയിൻ്റനൻസ് വർക്കാണ്. അത് 2,12,000 രൂപയുടെ വർക്കാണ്. അപ്പോൾ നമുക്കതിന് അതിലൊരു 10% കുറവാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ 10 കൊടുക്കുക. ഓക്കെ കൊടുക്കുക. കണ്ടോ? അപ്ഡേറ്റ് BOQ, ജനറേറ്റ് BOQ. ഒരു എക്സൽ ഫയൽ അവിടെ ഡൗൺലോഡ് ആയതായിട്ട് നമുക്ക് കാണാം. ഓക്കെ ശരിയല്ലേ? നെക്സ്റ്റ് നമ്മളെന്താണ്? BOQ ജനറേറ്റ് ചെയ്തു. അഫിഡവിറ്റ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫോമിൽ എന്തുണ്ട്? അഫിഡവിറ്റ് വേണം അല്ലേ? അഫിഡവിറ്റ് എന്നുള്ളത് ഇവിടെ ചോദിച്ചിട്ടില്ലേ? നമ്മളോട് പ്രിലിമിനറി അഗ്രിമെൻ്റ്, ഇ പേയ്മെൻറ്റ്, ഇൻറ്റഗ്രിറ്റി പാക്റ്റ്, അഫിഡവിറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ അഫിഡവിറ്റ് ഡൗൺലോഡ് ചെയ്തു. അടുത്ത അതിൽ ഫോം ഓഫ് ടെൻഡറും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും ഡൗൺലോഡ് ചെയ്തു. പ്രിലിമിനറി അഗ്രിമെൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, അത് ഡൗൺലോഡ് ചെയ്തു. ഇ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്തു, അത് ഡൗൺലോഡ് ചെയ്തു. ഇൻറ്റഗ്രിറ്റി പാക്റ്റ് ക്ലിക്ക് ചെയ്തു, ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഇത് കൂടാണ്ട് നമ്മൾ അവിടെ പോയിട്ട് എക്സലിൽ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തു. ആ സിപ്പ് ഫയലും ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയില്ല കാര്യങ്ങൾ? നമ്മുടെ ഡോക്യുമെൻറ്റുകൾ റെഡിയായി. നമ്മുടെ ചില്ലി ചിക്കൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3/4 മണിക്കൂർ എടുത്ത് തയ്യാറാക്കണ ചില്ലി ചിക്കൻ നമ്മൾ എന്താ പറയുക സെക്കൻഡുകളിൽ തയ്യാറാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഡൗൺലോഡ്സ് ഫോൾഡറിലേക്ക് ഞാൻ പോവുകയാണ്. ഡൗൺലോഡ്സ് ഫോൾഡറിലേക്ക് പോവുകയാണ്. അതിൽ ആദ്യത്തെ അല്ലേ? ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനൊന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക. ഇത് ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തു, മൊത്തം എന്ത് ചെയ്തു? കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഡോക്യുമെൻറ്റ്സിൻ്റെ കീഴെ ഒരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. ഞാനിപ്പോൾ കൺവീനിയൻസിന് അല്ലെങ്കിൽ നമ്മളതിൻ്റെ വർക്കിൻ്റെ പേരിനൊക്കെ അനുസരിച്ചാണ് കൊടുക്കുക. ഞാനിപ്പോൾ ടെൻഡർ ഡെമോ എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇതെല്ലാം പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാനൊന്ന് തുറന്നു നോക്കാം കേട്ടോ. അവിടെ വെച്ച് തുറന്നു നോക്കാമായിരുന്നു. ഇവിടെ കണ്ട
നമ്മൾ നേരത്തെ കണ്ട അവിടെ ഡൗൺലോഡ് ചെയ്ത ഫോമിൽ ആ ഫോം എന്തായിരുന്നില്ല, വെറുതെ ബ്ലാങ്ക് ആയിരുന്നു. ആ ബ്ലാങ്ക് ആയടത്തൊക്കെ നമ്മുടെ എന്താ പറയുക, കരാറുകാരൻ്റെ പേര് വരുന്നിടത്ത് പേര്, കരാറുകാരൻ്റെ ഭംഗിയുള്ളൊരു ഒപ്പ് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അവിടെ പേരും ഇവിടെ ഒരു ഡേറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഫോം എടുത്ത് PDF എഡിറ്റ് ചെയ്ത് ഫില്ല് ചെയ്തതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അഫിഡവിറ്റ് ഇതട്ടാ, ഇവിടെ ഈ അഫിഡവിറ്റ് എന്ന് പറയുന്ന ഫോം ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ? സിഗ്നേച്ചറൊക്കെ വേണ്ടതുണ്ട്. ഇനി നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ തയ്യാറാക്കിയ ഫോം ഒന്ന് നോക്കാം. അഫിഡവിറ്റ് നമ്മളുടെ ടെൻഡർ ഡെമോ എന്ന ഫോൾഡറിലെ അഫിഡവിറ്റ് എന്ന് കാണുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതെല്ലാം ഫില്ല് ചെയ്തില്ലേ, ഒപ്പില്ലേ? അപ്പോൾ നമ്മൾ ആ ഡോക്യുമെൻ്റ് റെഡിയാക്കി നിർത്തും. ഇനി നമ്മളെന്താണ്, നമ്മുടെ BOQ എന്ന് പറയുന്നത് നമ്മൾ എക്സൽ ഇല്ലാതെയാണ് തയ്യാറാക്കിയെന്നുണ്ടെങ്കിലും നമുക്കിത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സൽ വേണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സലിൻ്റെ 365 ലേറ്റസ്റ്റ് വെർഷനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു എനേബിൾ എഡിറ്റിംഗ് വരും, എനേബിൾ കണ്ടൻറ്റും വരും. അത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് ഓപ്പണായി. ഇതിൽ നമ്മൾ 2,12,454 രൂപ വരെ വർക്കിന് 10% ബിലോ ആണ് അവിടെ കൊടുത്തത് അല്ലേ? നമ്മളെ കോൺക്യൂല് അതുകൂടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഉറപ്പാക്കിയതിന് ശേഷം ഇത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് ഒക്കെ റെഡിയായി അല്ലേ? ഇനിയാണ് നമ്മുടെ മാജിക്ക് വർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ടെൻഡർ സൈറ്റിൽ പോയിട്ട് ടെൻഡറുകൾ കണ്ടുപിടിക്കാൻ കുറേ ബുദ്ധിമുട്ടിയില്ലേ? നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്ത് ആ ഓഫീസ് സെലക്ട് ചെയ്തൊക്കെയാണോ എന്ന്. ഞാൻ ഇവിടെ നിന്ന് എന്താണ് ഇതിൻ്റെ ടെൻഡർ ID ഒന്ന് കോപ്പി ചെയ്യാണ്, കോൺക്യൂ മിനിമൈസ് ചെയ്ത് വയ്ക്കുകയാണ്. ടെൻഡർ സൈറ്റിൽ പോയി നമ്മൾ ടെൻഡർ ചെയ്യാൻ പോവാണ്. അഗൈൻ ടെൻഡർ സൈറ്റിൽ പോയി ലോഗിൻ ചെയ്യാണ്. ഇപ്പോൾ നമുക്കൊരു പ്രശ്നവും കാണാം കേട്ടോ. നമ്മളിപ്പോൾ ഈ ടെൻഡേഴ്സ് TNDERS.kerala.gov.in ഇതാണ് നമ്മുടെ അഡ്രസ്സ്. അത് നമ്മൾ കൃത്യമായിട്ട് അടിക്കുക. അല്ലെങ്കിൽ ഈ ടെൻഡർ കേരള എന്ന് അടിച്ചിട്ട് ആദ്യം കാണുന്ന ലിങ്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിത് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പോവാം. ഈ ടെൻഡർ കേരള എന്നടിക്കുക, എൻ്റർ അടിക്കുക. ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇങ്ങനെ നമുക്ക് പോവാം. ദെൻ ലോഗിൻ. ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രശ്നം കാണാം. ആ പ്രശ്നം എനിക്കറിയാം, നിങ്ങളെന്താണ് പ്രശ്നം എന്നുള്ളതൊന്ന് പറഞ്ഞോളൂ കേട്ടോ. നമ്മൾ നേരത്തെ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോയിട്ട് ലോഗൗട്ട് ചെയ്യാതെയാണ് എന്ത് ചെയ്തത്, പുറത്തു പോകുന്നത്. അപ്പോൾ നമ്മളിത് ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ കണ്ട ഇവിടെ ഒരു മെസ്സേജ് കാണിക്കും, യുവർ ലാസ്റ്റ് ലോഗൗട്ട് വാസ് ഇംപ്രോപ്പർ, പ്ലീസ് ക്ലിക്ക് ഹിയർ ടു ലോഗിൻ അഗെയിൻ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ എടുത്ത് തന്നെ പോരണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞാൽ ലോഗൗട്ട് ചെയ്യാൻ ഇതിൽ നിന്ന് കൃത്യമായി ലോഗൗട്ട് ചെയ്ത് പരിപാടി അവസാനിപ്പിക്കാൻ നോക്കുക. എപ്പോഴും പറ്റണമെന്നൊന്നുമില്ല, കാരണം ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. നമ്മളപ്പോൾ ലോഗിൻ ചെയ്തു അല്ലേ? നേരത്തെ പോലെ തന്നെ ലോഗിൻ ബട്ടൺ കുറച്ച് സമയമൊക്കെ എടുക്കും ചില സമയത്ത് കേട്ടോ. ലോഗിൻ ബട്ടൺ വരാൻ ചില സമയത്ത് വരില്ല. അതുണ്ടാവുമ്പോൾ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാം. ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ പാസ്വേഡാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. അത് ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് കൃത്യമായിട്ട് അടിച്ചില്ലെങ്കിൽ 9 പ്രാവശ്യം കൃത്യമായിട്ട് അടിച്ചില്ലെങ്കിൽ പോകും. കണ്ട യൂസർ പിൻ എൻ്റേഡ് ഈസ് റോങ്. 9 അറ്റംപ്റ്റേ ഉള്ളൂ. അപ്പോൾ നമ്മളത് കെയർഫുള്ളായിട്ട് അടിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഡിജിറ്റൽ പിൻ ലോക്കാകും. ഞാൻ അതിന് അവസരം കൊടുക്കാതെ എന്ത് ചെയ്തു, എടുത്തു. നമ്മൾക്ക് ആ ടെൻഡർ ചെയ്യണം അല്ലേ? സെർച്ച് ആക്റ്റീവ് ടെൻഡേഴ്സ് ഞാൻ എടുത്തു. ഇവിടെ നമ്മൾ ഓർഗനൈസേഷൻ സെലക്ട് ചെയ്ത് ആ കണ്ണൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ സെലക്ട് ചെയ്യണം നോർമലി അല്ലേ? എല്ലാം അടിച്ചു. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു. നമ്മൾ ഇത് കണ്ണൂരത്തി അല്ലായിരുന്നു ടെൻഡർ നമ്മൾ റെഡിയാക്കിയത്, അതെ കണ്ണൂരത്തിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കണ്ണൂർ ജില്ല സെലക്ട് ചെയ്തു. നമുക്കറിയാം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ നമ്മൾ ഇവിടെ കണ്ട കോർപ്പറേഷൻ ഓഫീസ് കണ്ണൂർ എടുത്തു. എന്നിട്ട് കോർപ്പറേഷൻ എഞ്ചിനീയർ ഓഫീസ് എടുത്ത് സെർച്ച് ചെയ്തു. സമയം പോണ പ്രക്രിയയല്ലേ നമ്മുടെ വർക്ക് ഇതാണ് കേട്ടോ. ഞാനിത് ടെൻഡറിലേക്ക് ആഡ് ചെയ്യുന്നില്ല. പകരം നമ്മൾ ബാക്ക് അടിച്ചിട്ട് ഞാൻ നേരത്തെ ഇവിടെ നിന്ന് നമ്മുടെ കോൺക്യൂവിൽ നിന്ന് പറഞ്ഞു, ഇതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്ന് കോപ്പി ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ സംഭവം കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാണ്. വേറെ ഒന്നും നമ്മൾ സെലക്ട് ചെയ്യണില്ല. സെർച്ച് കൊടുത്തു ഇതേ ടെൻഡറിലേക്ക് നമ്മളെത്തി.
അപ്പോൾ നമ്മുടെ ആ സെർച്ചിൻ്റെ ആ ബോക്സുകൾ സെലക്ട് ചെയ്യുന്ന പരിപാടി നമ്മൾ ഒഴിവാക്കിയിട്ടാണ്. നമുക്ക് നേരിട്ട് ടെൻഡർ ഐ ഡി കോൺക്യൂന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നു ഓപ്പൺ ചെയ്തു. അപ്പോൾ അത്രയും സമയം നമ്മൾ സേവ് ചെയ്തു ഇടാ. ഓക്കെ, നമ്മൾ അതിന് മൈ ടെൻഡേഴ്സിലേക്ക് ആഡ് ചെയ്തു. മൈ ടെൻഡേഴ്സിൽ പോയി നമ്മൾ നേരത്തെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു ചാവക്കാടുത്ത്, അതോടെ കിടക്കട്ടെ, നമുക്കിതിനെ കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഇതിൻ്റെ ഫോമുകൾ റെഡിയാണ് നമുക്ക് അല്ലേ. അപ്പോൾ നമ്മളിവിടെ നോക്കി, ഇവിടെ ആണ് എന്താ പറയുന്നത്, കവർ ഡീറ്റെയിൽസ് നമ്മൾ നോക്കണം. ഈ കവർ ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് ധാരണ കോൺക്യൂവിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാരണം നമ്മൾ പിന്നെ ഇത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പോയി നേരെ എന്താണ് പോണത്, ബിഡ് സബ്മിഷനിലേക്ക് പോവാണ്. ബിഡ് സബ്മിഷനിൽ പോകുമ്പോൾ എപ്പോഴും സർക്കാർ സമ്മതിക്കാൻ പറയും, സമ്മതിക്കുക. അടുത്തത് GST, ചിലരുടെ മാത്രം GST നമ്പർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ 2 എണ്ണം നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളെന്താണ്, പേ ഓൺലൈൻ എന്നുള്ള സ്റ്റെപ്പ് നമ്മൾ നേരത്തെ കാണിച്ചു, ബാങ്കിങ്ങിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനുള്ളതാണ്. അതുകൂടാതെ 2 സ്റ്റെപ്പ് ഉണ്ട്. എന്താണ്, സബ്മിറ്റ് OID. അവിടെ വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. അതർ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്, മറ്റ് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യണം. അടുത്തത് എൻക്രിപ്റ്റ് ആൻഡ് അപ്ലോഡ്, 2 സ്റ്റെപ്പുകളാണ്. സബ്മിറ്റ് OID എടുത്തു. നമ്മൾ മിക്കവാറും ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ മൈ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള സെക്ഷനിൽ നമ്മൾ കയറ്റിയിടുന്ന രേഖകളാണിത്. അയാളുടെ ഒരു റെപ്പോസിറ്ററിയാണ്, ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റെപ്പോസിറ്ററിയാണ്. അവിടെ അയാളുടെ പാൻ നമ്പർ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ എല്ലാം അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, അത് അയാളുടെ പാൻ നമ്പർ തന്നെയാണോ നോക്കാം. വെറുതെ വെള്ള പേപ്പറൊക്കെ കയറ്റിയിടും ചില നേരത്തെ. ഓക്കെ, അയാളുടെ ഒരു പാൻ കാർഡാണ്. ബാക്കിയൊന്നും ഞാൻ വെരിഫൈ ചെയ്യാൻ നിൽക്കണില്ല. അപ്പോൾ GST നോക്കാം, ഒന്ന് ഓപ്പൺ വിത്ത്. ഇത്തരം ഡോക്യുമെൻറ്റുകൾ നമ്മുടെ സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റുകളാണ് ഇവിടെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതെല്ലാം കറക്റ്റാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം ഇതിലേതെങ്കിലും ഡോക്യുമെൻറ്റ് തെറ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെൻഡർ തള്ളപ്പെടാം. അപ്പോൾ സബ്മിറ്റ് OID എന്നുള്ള സ്റ്റെപ്പ് പിന്നെ നമ്മളിതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഒരു ഓപ്പൺ ഫോൾഡർ, ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോൾഡർ, ഒന്നുമില്ലാത്തൊരു empty ഫോൾഡർ വരും. അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജാവ ഒക്കെ വർക്ക് ചെയ്യാനുള്ള കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് ആൾ എന്ത് ചെയ്യും, ഒരു സ്ക്രീനിലേക്ക് പോകും. ഒന്നും മനസ്സിലാവാത്തൊരു സ്ക്രീൻ അല്ലേ. പക്ഷേ നമുക്കിവിടെ കാണാം BOQ. ഇവിടെ എന്താണ് ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളത് ഈ ഫയൽ ടൈപ്പ് നോക്കിയാൽ അറിയാം. നമുക്ക് ആകെ ഒരു ഫയൽ Excel ഉള്ളൂ. അപ്പോൾ BOQ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മളെടുത്തു, നമ്മൾ ഫോൾഡർ ആക്കിയിട്ടാലുള്ള ഗുണം ഇതാണ്. നമ്മൾ നേരെ അതിൽ പോയിട്ട് ആ BOQ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു കാര്യം കൂടെ പറയാം, നമ്മളെപ്പോഴും ലക്ഷ്യം വെക്കേണ്ടതെന്നാണ്, ഇവിടെ കാണുന്ന ഇൻറ്റുകളൊക്കെ പച്ചയാവണം. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ കേട്ടോ. ഒരെണ്ണം പച്ചയായി അല്ലേ. അടുത്ത എന്താണ്, ഇതെന്താണെന്ന് അറിയില്ല നമുക്കല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇതിൻ്റെ മുകളിലൊന്ന് ഫോൾഡർ റെസ്റ്റ് ചെയ്ത് നോക്കാം. പ്രിലിമിനറി അഗ്രിമെൻറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ ആ ഡോക്യുമെൻറ്റുകളൊന്നും എല്ലാം നിങ്ങളെ എന്ത് ചെയ്ത് കാണിച്ചില്ല. എൻ്റെ സോഫ്റ്റ്വെയറിൽ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടും. ഇവിടെ നമ്മൾ നോക്കിയേ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഈ അപ്ലോഡ് ചെയ്യണത് ഇതിൻ്റെ തന്നെ ഡോക്യുമെൻ്റ് ആണോ. നമുക്കൊരു 10 ടെൻഡർ ചെയ്യാൻ ആളുകൾ വന്നു, നമ്മളാകെ കൺഫ്യൂസ്ഡായി അല്ലേ. അപ്പോൾ നമ്മൾ അയ്യോ ഈ ഡോക്യുമെൻ്റ് ഇതിൻ്റെ തന്നെയാണോ എന്നൊക്കെ നോക്കി നേരം ഒന്നും കളയണ്ട. ഇവിടെ നമ്മൾ ഒരു ചെക്ക് വെച്ചിട്ടുണ്ട് കോൺക്യൂ. എന്താണ്, 2025 LSTD 75 82 77 1 എന്ന് കാണുന്നുണ്ട്. ഇവിടെയും എന്ത് കാണുന്നുണ്ട്, ടെൻഡർ ID കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതുവഴി ഇങ്ങനെ ഒന്ന് നോക്കി തീർക്കാം. എന്നിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. കണ്ടാ നമ്മുടെ ഡോക്യുമെൻ്റ് കയറി സ്പീഡ് കണ്ട. അടുത്തെന്താണെന്ന് നോക്കിയില്ല അല്ലേ, നോക്കാം. ജസ്റ്റ് ഈ പേയ്മെൻറ്റ് ഫോം ഓക്കെ നമ്മളെടുത്തു, നമ്മൾ ടെൻഡർ ഡെമോ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഈ പേയ്മെൻറ്റ് തന്നെയുണ്ട് കൊടുത്തു. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പരിചയത്തിൽ കൂടെ ഫെമിലറൈസ് ചെയ്യണം കേട്ടോ. അടുത്ത ഇൻറ്റഗ്രിറ്റി പാക്റ്റ് ആണ്. ഓക്കെ, ഐപാക്റ്റ് എടുത്തു, ഓപ്പൺ പറഞ്ഞു. ഓക്കെ, അടുത്തത് അഫിഡവിറ്റ് നമ്മുടെ റെഡി ഉണ്ട്. അഫിഡവിറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു. അടുത്തെന്താണ്, നമുക്ക് ഫോം ഓഫ് ടെൻഡർ, അതും നമ്മുടെ കയ്യിൽ ഫോം ഉണ്ട്. F40 എന്നുള്ള പേരിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ കണ്ട F40. ഓക്കെ, അടുത്തെന്താണ് SBD. ഈ SBD എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇതിലൊരു സിപ്പ് ഫയലായിട്ട് കിടക്കുന്നുണ്ട്. ഈ സിപ്പ് ഫയലിനെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്ട്രാക്ട് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാക്ട് ഫയൽ പറഞ്ഞിട്ടൊന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ തന്നെ സിപ്പായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന ഫയലാണ് ഈ SBD.
ഓക്കെ, ഇത് നമ്മൾ അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുക. ചില സ്ഥലത്ത് അത് ഡിജിറ്റലി സൈൻ ചെയ്യാൻ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഡിജിറ്റൽ സൈൻ ടൂൾ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് ഡിജിറ്റലി സൈൻ ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഫയലിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അടുത്തെന്താണ് ചോദിച്ചിരിക്കുന്നത്? ലൈസൻസ്, പാൻ കാർഡ്, GST രജിസ്ട്രേഷൻ. ഈ ലൈസൻസ്, പാൻ കാർഡ്, GST രജിസ്ട്രേഷനൊക്കെ സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്സ് ആണ്. അത് ഓരോരോ കരാറുകാരനും ഒരു സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ് സെക്ഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ എടുത്തിട്ട്, ഇപ്പോൾ എനിക്കിതിൽ എന്താണ് പറയുക, നമ്മളുടെ അധികം ഫോൾഡേഴ്സ് ഇല്ല, ഞാൻ ഈ സിസ്റ്റം അങ്ങനെ ടെൻഡറിങ്ങിന് ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഇതാ കരാറുകാരൻ്റെ പ്രൈവറ്റ് ഡോക്യുമെൻറ്റുകൾ സൂക്ഷിച്ചിരിക്കുന്ന രേഖയാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇതാണ് ലൈസൻസ് എന്ന് വിചാരിക്കുക, ഞാനത് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ലക്ഷ്യം കംപ്ലീറ്റ് ആയി. എല്ലാ പച്ചയും ചോപ്പയാക്കി നമ്മൾ, അല്ലേ? അടുത്ത ലക്ഷ്യം സൈൻ ആൻഡ് അപ്ലോഡ്. ക്ലിക്ക് ചെയ്യുക. രണ്ട് സ്റ്റെപ്പുകളുണ്ട്. ബിഡ് ഡോക്യുമെൻറ്റ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ ആ ഉദ്യമവും കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഫോൾഡർ നിറഞ്ഞു. ഇവിടെ ഒരു ഗ്രീൻ ടിക്കും വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയുക, നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസൊക്കെ ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ, നമ്മൾ ഫയലുകളുടെ പേരൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാം. ദെൻ നമ്മൾ സബ്മിറ്റ് ആൻഡ് ഫ്രീസ് ബിഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോടൊരു കാര്യം പറയും, ടെൻഡർ ഫീ ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ. ശരിയല്ലേ? ടെൻഡർ ഫീസ് നമ്മൾ അടച്ചിട്ടില്ല. അടയ്ക്കാതെ ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അത് പ്രൊസീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടും. ആ കൺഫർമേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഞാൻ ലോഗ് ഔട്ട് ചെയ്തു കേട്ടോ. നമ്മൾ ഇന്ന് നമ്മൾ പറഞ്ഞ സെഷനിൽ എന്തൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് എന്ന് നോക്കാം, അല്ലേ? കാര്യങ്ങൾ ഒന്ന് നമ്മൾ എന്താണ് പറഞ്ഞത്, ഒരു ടെൻഡറിൻ്റെ ഡെമോ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം കൂടുതലെടുത്തു. ഈസി ടെൻഡർ വിത്ത് കോൺക്യൂ, അല്ലേ? അതും എടുത്തു. ഇനി നമുക്ക് എന്തുണ്ട്, പ്രൈസ് 3 കോൺട്രാക്ടർ പോർട്ടലിൻ്റെ ഒരു ഡെമോ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഓൾറെഡി നമ്മൾ കാണിച്ചു. കോൺക്യൂവിൻ്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്, കോൺക്യൂവിൻ്റെ ക്യാപ്പബിലിറ്റി എന്താണെന്നുള്ളതും കാണിച്ചു. അപ്പോൾ ആ 10 മിനിറ്റും നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനും ഡൗട്ട് ക്ലിയറിംഗ് ആണ്. സ്റ്റിൽ കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ ഈ ഡൗട്ട് ക്ലിയറിംഗ് ആൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പോൾ നമ്മൾ കണ്ടത് അനുസരിച്ചുള്ള നിങ്ങളുടെ ചെറിയ സംശയങ്ങളും കാര്യങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു. രാജഗോപാൽ സാർ. നമുക്ക് ഇന്നിപ്പോ ഈ കേട്ടോടത്തോളം കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ അത് കൂടാതെ നമുക്ക് ഇനി ഇതിന്റെ ഫിസിക്കലായിട്ടൊരു ട്രെയിനിങ് വേണമെന്ന് ഉള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കൂടെ പറയണമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ കേട്ടോടത്തോളം അല്ലെ എന്തെങ്കിലും സംശയം ഉണ്ടോ?